ഹലോ ഗായ്സ്, ഇന്ന് തിരുവോണം, അതായത് നമ്മളുടെ വലിയ ഓണം. അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാനും അച്ഛനും കൂടി അമ്പലത്തിൽ പോവാണ്. 3 അമ്പലത്തിലാണ് പോണത്. ആദ്യം തന്നെ പുത്തലത്ത് കുലങ്കാവിലാണ് പോണത്. അങ്ങനെ ചെരുപ്പൊക്കെ അയച്ചു. എന്നിട്ട് കുട അവിടെ വെച്ച് ആരുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ പൈസ തന്ന് അവിടെ മണ്ണാരം ചാർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മണ്ണാരത്തിലൊക്കെ ഇട്ട് ഗൈസ്. പിന്നെ പ്രാർത്ഥിക്കാനുള്ളതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കല്ലോ. പിന്നെ ഇതാണ്, അമ്പലം തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു ഗൈസ്. കുട എടുക്കാൻ മറന്നിട്ടില്ല. അങ്ങനെ ആകെ ഒരു ചെറിയ കുടയാണ്, അതിനിപ്പോൾ അത്ര ഓർത്ത് പിടിക്കാൻ ആവശ്യമില്ലല്ലോ. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി. പിന്നെ അടുത്തത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നാലും ഞങ്ങൾ വീഡിയോ എടുത്തു ഗൈസ്, ഞങ്ങളെ വീഡിയോ എടുത്തു. പിന്നെന്താ, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ലുക്ക്? ആ ഷോളാണ് ഏറ്റവും വലിയ ഇടങ്ങാറ് ഗൈസ്. അപ്പോൾ ലാലേട്ടനൊക്കെ തിരിഞ്ഞായിരിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതിലും വലിയ ഇൻട്രോ വേറെ ഇല്ല. ഇതാണ് ഗൈസിൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എടുക്കിയെന്ന്. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇപ്പം അത്. അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. അത് കഴിഞ്ഞ് വേറെ ക്ഷേത്രത്തിൽ പോയി. അവിടെ കാരാട്ട് ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ കക്കോടിയാണ് ഞങ്ങളെ വീട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഗൈസ്. സ്റ്റെപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി. അപ്പോൾ അച്ഛൻ അവിടുന്ന് ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കുകയാണ്. അങ്ങനെ ഷീട്ടാക്കി 3 നെയ്വിളക്ക് വാങ്ങി. പിന്നെ പുഷ്പാഞ്ജലി അഡീഷണലി ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാണ് ആൽമരം. ആൽമരം ഒന്ന് ചുറ്റണം. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളുടെ ഓണത്തിൻ്റെ മെയിൻ ആൾ തുമ്പ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി. ക്ഷേത്രത്തിലേക്ക് കയറുമ്പം ഇത് കണ്ടോ ഗൈസ്, നമ്മൾ തിരിഞ്ഞിറങ്ങാൻ പാടില്ല, നമ്മൾ നേരെ ഇറങ്ങണം. അങ്ങനത്തെ ഒക്കെ ഓരോരോ ആചാരങ്ങളാണ് അമ്പലത്തിൽ. പിന്നെ നെയ്വിളക്കുമായിട്ട് അമ്പലത്തിലേക്ക് ഡയറക്റ്റ് കയറുകയുണ്ടായത്. എന്തുണ്ടെങ്കിലും ഓടി വരുന്ന അമ്പലമാണ് ഗൈസ്. പരീക്ഷയ്ക്ക് പേടിയായാലും എന്തായാലും ഞങ്ങളുടെ കാരട്ടപ്പൻ, ഓമനപ്പേര് കാരട്ടപ്പൻ എന്നാണ്. ശിവനാണ് പ്രതിഷ്ഠ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. പ്രദക്ഷിണം വെക്കണതിൻ്റെ രീതി തന്നെ ശിവക്ഷേത്രത്തിൽ വേറെ ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പേടിയുണ്ട്, എടുക്കാൻ പറ്റുമോയെന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ഗണപതി ഭഗവാനാണിത്. പിന്നെന്താ ഗൈസ്, അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ് വന്ന വഴി പോകാണ്ട് ഞങ്ങളിങ്ങനെ പയ്യപ്പള്ളി എന്ന് പറയും. പയ്യപ്പള്ളിയിൽ നിന്ന് ഇന്ന് നബിദിനാണ്, പിന്നെ ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അങ്ങനെ നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവിടുന്ന് യാത്ര ചെയ്യാൻ റാലിയോ അങ്ങനെ എന്തോ ആണ് പറയുക, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഇത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്, ഇപ്പോൾ വലുതായതിന് ശേഷം കണ്ടിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ 1 by 1 ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇനി ഞാൻ വോയിസ് ഇടാം, ഒറിജിനൽ വോയിസ്. وجب شكر علينا ما دعا لله داع. വർണ്ണവിവേചനത്തെ പടികടത്തി കറുത്തവരെയും വെളുത്തവരെയും ഐക്യത്തിനിടയിൽ കോർത്തിണക്കിയ
1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യപ്പള്ളി നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും മഹല്ല് കമ്മിറ്റി നേതാക്കളും സംഘടിപ്പിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയാണ് ഈ വഴിക്കാരായ കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക. അങ്ങനെ നമ്മൾക്ക് പായസം കിട്ടി ഗൈസ്. ഫസ്റ്റ് പായസം ഓണത്തിൻ്റെ നബിദിനത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ ടീയും തണിച്ചൊക്കെ കുടിച്ചു. പിന്നെ ചായ കുടിച്ചു ഗൈസ്. എൻ്റെ ഏട്ടനാണ്, ഏട്ടത്തിയമ്മയാണ്. ഏട്ടത്തിയമ്മന്നൊന്നും ഞാൻ വിളിക്കലില്ല, ഏച്ചിന്നാ വിളിക്കൽ. അങ്ങനെ എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ. പക്ഷേ ഞാൻ യൂട്യൂബിലേക്ക് കണ്ടന്റ് ആക്കുന്നുള്ള പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി ലിങ്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഇതാണ് എൻ്റെ ഏട്ടത്തിയമ്മ. ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഉണ്ടോ എന്നാണ് ഏട്ടൻ പറഞ്ഞല്ലോ. പിന്നെ ഓലുമെല്ലാം പോയി കഴിഞ്ഞ് അങ്ങനെ ഓല് പോട്ടെ എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഗൈസ്, ഓണത്തിന് നമുക്ക് പായസം ഇല്ലാതെ ഒരു കളിയില്ല. അങ്ങനെ ഞാൻ പായസം കുടിച്ചു. പൂവൊക്കെ ഇങ്ങനെ എതളാക്കി അരിയൊക്കെ ചെയ്ത് പിന്നെ ക്യാമറ ഒക്കെ ശരിയാക്കി നിർത്തണ്ടേ. അങ്ങനെ അതൊക്കെ പൂവൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് ഷേപ്പാക്കി വെക്കണമല്ലോ. അങ്ങനെയല്ല നമ്മൾ പൂവിടാം. അങ്ങനെ നമ്മൾ എന്താക്കി, പൂവൊക്കെ അങ്ങനെ ട്രാൻസിഷൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെ കഷ്ടപ്പാട് നിങ്ങൾ കാണണ്ടേ. അങ്ങനെ ഇത് അളന്നും തൂക്കിയൊക്കെയാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡിസൈനൊക്കെ സെറ്റാക്കി ഗൈസ്. സെറ്റാക്കിയാൽ ഞങ്ങളത് പൂവിടാന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളെ വരയൊക്കെ കണ്ടാൽ എന്താല്ലേ നല്ല രസമുണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതീക്ഷ. അങ്ങനെ ഓരോ റൗണ്ട് പൂവിടാനൊക്കെ തുടങ്ങി. ലാസ്റ്റ് ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഇനി കുറച്ച് വീഡിയോസ് ഇങ്ങനെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് എൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള തത്രപ്പാട് നോക്കണേ. അങ്ങനെ ഞാൻ എന്താക്കി, നമുക്ക് വീഡിയോയോ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോയോ എടുക്കാം എന്നുള്ളതിൽ അതിങ്ങനെ ഡ്രസ്സൊക്കെ ശരിയാക്കി നിൽക്കുകയാണ്. നമുക്ക് പൂവിടാം. അങ്ങനെ പൂവിട്ട് കഴിഞ്ഞിട്ടാണ് പൂവിടുന്ന വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ, അല്ലാണ്ട് ഓർമ്മയിലായിട്ടല്ല. ഇനി ഓർമ്മയുള്ളപ്പം വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ ഗൈസ് മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് സായിനും പിന്നെ ഫറുദ്ദീനുമാണ് ഇരിക്കുന്നത്. സായിന് എന്തെന്നില്ലാത്ത തിരക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു ഗൈസ്. അപ്പോൾ സദ്യയിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിൻ്റെ മുന്നേ അമ്മീൻ്റെ വക കിണ്ണങ്ങാശി പാട്ടും അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും നീ അധികം വെച്ച് താമസിക്കണ്ട. എന്തൊക്കെ സദ്യയിലുണ്ടേനെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇലയിട്ടു, ഉപ്പിട്ടു, ശർക്കരപ്പേരി, വറുത്തപ്പേരി, ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവർ ഇട്ടു ഗൈസ്. പിന്നെ പുളി വിളമ്പി, പുളിയിഞ്ചി എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ പുളിന്നാണ് പറയാം. പിന്നെ ഉപ്പേരി, വാഴത്തട്ടീൻ്റെ ഉപ്പേരി, തട്ടീൻ്റെ ഉപ്പേരി. പിന്നെ കൂട്ടുകറി കാണിഞ്ഞ്
പരിപ്പ് കൂട്ടുകറി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഇവിടെ പച്ചടി എന്ന് പറയും. പിന്നെ നമ്മളുടെ വടക്കൻ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് ഇറച്ചി വേണം ഒരു തലക്കൽ ഇലേൻ്റെ. അങ്ങനെ ചോറ് വിളമ്പി ഗൈസ്. പക്ഷെ എല്ലാം ആയിട്ടില്ല, എന്നാലും ചോറങ്ങോട്ട് വിളമ്പി. ചോറ് വിളമ്പി പിന്നെ ഇറച്ചിക്കറി ഉണ്ടാവും. അതും ഞങ്ങളെ മാത്രം പ്രത്യേകതയാണ്. മലബാർ ഏരിയയിൽ അങ്ങനെയാണ്. പിന്നെ അവിയൽ, പിന്നെ നമ്മൾ എന്താക്കണം, അവിയൽ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇരിക്കാൻ ക്ഷണിക്കണമല്ലോ. ഞാനാകെ ആദ്യമേ തിന്നല്ലോ. പിന്നെ മോരുണ്ട്, രസമുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ അച്ചാർ, പായസം, എന്നിട്ട് നമ്മളുടെ സദ്യേൻ്റെ മെയിൻ ആൾ വന്നിട്ടില്ല ഗൈസ്, വെയിറ്റ് ചെയ്യും. യെസ്, സാമ്പാറില്ലാതെ സദ്യ ആയില്ലല്ലോ. അവിയൽ പോലെ എല്ലാത്തിനും വേണമല്ലോ. അങ്ങനെ ഇരിക്കാനൊക്കെ പറയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അച്ഛനാണ് ഇരുന്നത്. പിന്നെ രസം കുടിക്കണ ഒരു രസമാണല്ലോ. അങ്ങനെ ആ രസം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്ര പാടാണ്. രസം കുടിച്ച് പിന്നെ മോര് കുടിച്ചത് എടുക്കാൻ വീഡിയോ ഓണാക്കിയില്ല. അപ്പം ഞാൻ ഒന്നും കൂടി വീഡിയോ എടുക്കാൻ പറയാണ്. വീഡിയോ എടുക്കാനല്ല, കുടിക്കാൻ പറയാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ ഓണം ഇതിവിടെ കഴിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നും കൂടി ഉണ്ട്, ഒന്നല്ല 2 അങ്ങനെ നബിദിന സ്പെഷ്യലും കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ താങ്ക് യു.